അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്നിരിക്കുന്ന നമുക്കൊരു കസ്റ്റമർ വണ്ടി വന്നിരിക്കുന്നത് ഇതിൻ്റെ എ ബി എസ് ലൈറ്റ് കത്തി കിടക്കാറെന്നുള്ള പ്രശ്നമാണ്. ABS ലൈറ്റിൻ്റെ പണിയില്ലാകുമ്പോൾ തിരഞ്ഞെടുക്കും. വണ്ടി സ്റ്റാർട്ട് ആയാലും വണ്ടി മീറ്ററിനകത്ത് വണ്ടിയില്ലാകുമ്പോൾ തിരഞ്ഞെടുക്കും. അപ്പോൾ അതെന്നായിരുന്നു അതിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റമർ കൊണ്ടുവന്നത്. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്ത് സ്കാൻ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ റിയർ റൈറ്റ് സൈഡ് ബാക്കിലെ അതിൻ്റെ വീലിൻ്റെ അവിടുത്തെ സെൻസറാണ് കംപ്ലൈൻ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കംപ്ലൈൻറ്റ് നമ്മൾ തപ്പി ചെന്ന് കഴിഞ്ഞപ്പോൾ സെൻസർ വേറെ കുഴപ്പമൊന്നും കാണാനില്ല. സെൻസറിലേക്ക് വരുന്ന കണ്ടിന്യൂ ചെക്ക് ചെയ്തപ്പോൾ കണ്ടിന്യൂ ഒന്നും കാണിക്കില്ല. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചെക്ക് ചെയ്യുന്ന ഓരോ ഭാഗങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി വന്നപ്പോഴാണ് കണ്ടത് ഇവിടെ ബാക്കിലായിട്ട് ഇങ്ങനെ ഇവിടെയൊക്കെ പൊക്കി ഫ്രണ്ടൊക്കെ നമ്മൾ പൊക്കി നോക്കിയിട്ടൊന്നും കാണാനില്ല. അതേ പൊക്കി നമ്മൾ ബാക്കിലെ വീലിൻ്റെ ഉടൻ വരെ ചെന്നിട്ട് ഡിക്കി തുറന്ന് നമ്മൾ അതിൻ്റെ അകത്ത് പൊക്കി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്നത് അതിൻ്റെ അകത്ത് ഒരു എലി കയറി കൂട് കൂട്ടിയേക്കാണ്. കൂട് കൂട്ടിയിട്ട് അവിടെ വയറിങ്ങനെ കപ്ലർ ഇങ്ങനെ കറണ്ട് പോയിട്ട് കപ്ലർ കട്ടായി വിട്ട് കിടക്കുന്നത്. അപ്പോൾ ചെക്ക് നോക്കി കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ നിറച്ച് ഒരു എലി കൂട് ഭയങ്കരമായിട്ട് തെർമോകോൾ മറ്റേ സ്പോഞ്ചൊക്കെ മാറ്റിൻ്റെ ഇതൊക്കെ ബെൽറ്റൊക്കെ കട്ട് ചെയ്ത് അവിടെ കൊണ്ടുവന്ന് കൂട്ടി വെച്ച് എലി ഒരു കൂടുണ്ടാക്കി വെച്ചിരിക്കുക. കൂടുണ്ടാക്കിയിട്ട് അതിനകത്ത് കുറച്ച് കുഞ്ഞുങ്ങൾ ഒരു 5-6 കുഞ്ഞുങ്ങളും കൊണ്ട് ചക്കിയായിട്ട് ഇങ്ങനെ വെട്ടി വരികയാണ് അവിടെ ബാക്കിലിരിക്കുക ഡിക്കിക്കകത്തിരിക്കുക. അത് കാണിച്ചിട്ടാം. അപ്പോൾ നമ്മൾ ഈ വാഹനം നമ്മൾ അധികം ഉപയോഗിക്കണില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എപ്പോഴും ചെക്ക് ചെയ്യുക. ഇതിനകത്ത് എലി എന്തെങ്കിലും കയറുന്നുണ്ടോ, എന്തെങ്കിലും കയറുന്നുണ്ടോ, പൂച്ച അങ്ങനെ എന്തെങ്കിലും കയറുന്നുണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യണം. വാഹനം ഇടയ്ക്കൊന്ന് ഓടിക്കണം. ഫുൾ ടൈം ഇങ്ങനെ ഇട്ടാക്കാതെ 2-3 ദിവസം അങ്ങനെ വണ്ടി ഇട്ടാക്കാതെ തന്നെ ഇടയ്ക്കൊന്ന് ഓടിക്കണം. അതൊന്ന് വാഷ് ചെയ്തൊക്കെ റെഡി ആക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിലോട്ട് അപ്പോൾ ഇതുപോലെ എലി കയറി കൂട് കൂട്ടി ഇതിനകത്ത് വയറെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാഹനം ചിലപ്പോൾ വഴി കിടക്കും, സ്റ്റാർട്ട് ആവാതെ വരും. വയർ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരും. ECM ഒക്കെ വയറെ കട്ട് ചെയ്തതിന് കൊണ്ട് പോയിട്ട് ഒരിക്കലും സ്റ്റാർട്ട് ആവാണ്ടൊക്കെ. അപ്പോൾ കബിനൊക്കെ കണ്ടുപിടിക്കുന്ന വയർ മാറ്റമൊക്കെ മൊത്തം പോക്കണം. അപ്പോൾ നല്ല ചിലവ് വരുന്ന പ്രശ്നം അതൊക്കെ ഒരുപാട് ചിലവാകും, നല്ല ചിലവ് വരും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെയൊന്നും ആരും വരാതിരിക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥ. എലി കടിച്ച് ആകെ നാശമായി കളഞ്ഞു. ഇത് വണ്ടി അധികം ഓട്ടം കുറവായിട്ട് വീട്ടിൽ കിടന്നിങ്ങനെ എലി കയറി കൂട് കൂട്ടി ഇങ്ങനെ വണ്ടി എടുക്കാതെ ആഴ്ചകളോളം വണ്ടി കിടന്നിട്ട് എലി കൂട് കൂട്ടിയാണ് അങ്ങനെ. അപ്പോൾ ഇങ്ങനെയൊന്നും ഒരിക്കലും വണ്ടി ഇടരുത്. ജസ്റ്റ് ഒന്ന് ഇറക്കി കഴിയുക, അല്ലെങ്കിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് ഇറക്കി ഒരു 1/2 കിലോമീറ്റർ അല്ലെങ്കിൽ 1 കിലോമീറ്റർ 1-2 കിലോമീറ്റർ ഒക്കെ വണ്ടി ഓടിച്ചു കൊണ്ട് വരും. അപ്പോൾ ഓടിച്ചു കൊണ്ട് വരുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയുള്ള അധികം പ്രശ്നം ഉണ്ടാവാറില്ല. അപ്പോൾ ചെക്ക് ചെയ്യണം. അപ്പോൾ അധികം ഇങ്ങനെ എന്തെങ്കിലും കയറണമെന്നൊക്കെ. അപ്പോൾ ഓക്കെ, ഇതുപോലൊന്നും ആരും വരത്തരുത്. അപ്പോൾ ഇങ്ങനെ വണ്ടി ഓടിക്കാതെ കണ്ടിന്യൂസ് ആയി കടന്നു കഴിഞ്ഞാൽ അതിൽ കൂട് കൂട്ടണം. അപ്പോൾ ഇതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ കയറി ഇലയൊക്കെ കടിച്ച് മുറിച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാശനഷ്ടം, നല്ലൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഇപ്പോൾ ഈ മറ്റുള്ള വയറൊക്കെ കടിച്ച് മുറിച്ചാൽ ഇപ്പോൾ ഈ സെൻസറിൻ്റെ മാത്രമേ പോയിട്ടുള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നും കാണില്ല. അപ്പോൾ ഈ ജസ്റ്റ് നിങ്ങൾ നോക്കുക, ഇതുപോലൊന്നും വരത്തരുത്. ഓക്കെ, അപ്പോൾ നല്ല വീഡിയോ വീണ്ടും വരുന്നവരെത്തേക്കും. ഓക്കെ, ബൈ.